എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ കൗൾ സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇന്നലെ ഞാൻ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിൻ്റെ അതായത് ക്രോപ്പ് ടോപ്പ് മോഡലിലുള്ള ഒരു ബ്ലൗസ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലൗസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ലീവാണ്. അപ്പോൾ ഇത് കുറച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു പേപ്പറാണ് മടക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം, അതായത് നമ്മൾക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ നമ്മൾ നോർമൽ എങ്ങനെയാണോ സ്ലീവ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ സ്ലീവ് വരയ്ക്കാം. ഞാൻ എടുത്തിട്ടുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. മടക്കിയിടുമ്പോഴുള്ള വിഡ്ത്താണ് 9 ഇഞ്ച്. എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് വരയ്ക്കുന്നത് പോലെയാണ് വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ സീം അലവൻസും കാര്യമൊന്നും എടുത്തിട്ടില്ല. അത് നമ്മൾ പിന്നെയാണ് എടുക്കുക. അതായത് പിന്നെ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്താണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലുള്ള സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ലൈനിന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കുഴിച്ച് വരയ്ക്കുകയാണ്. റാൻഡമായിട്ട് നമ്മൾ സാധാരണ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് പോലെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. താഴത്തെ അളവും അതിൻ്റെ ഒപ്പം സീം അലവൻസും മാർക്ക് ചെയ്തിട്ട് സൈഡും കൂടി ഇതേപോലെ ഒന്ന് വരച്ചിട്ട് സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനിയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവ് നമ്മളൊന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ മടക്കിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊന്ന് നിവർത്തിയിട്ടു. അതിന് സെൻറ്റർ നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ സെൻറ്റർ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഇങ്ങനെ ചുരുക്കമാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇതിനെ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. സെൻറ്റർ മാത്രം നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ പോരാ, രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യണം. രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിൽ നമ്മൾ എത്ര പാർട്ടാണോ ആക്കിയത്, അതായത് ഇപ്പോൾ 5 പാർട്ടാണ് ഞാനിതിലാക്കിയത്, അപ്പോൾ അത്ര തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ രണ്ട് സൈഡും ഞാൻ 5 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ സെൻറ്ററും ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് ഓരോ പോയിൻ്റായിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അതായത് അവസാനം ഇരിക്കുന്ന പോയിൻ്റ് അവസാനമുള്ള സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആംഗിളായിട്ട് രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ 5 ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്ത പീസിനെ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. 1 2 3 4 5 എന്നുള്ള നമ്പർ ഇട്ട് കൊടുക്കുക. കാരണം ഏതാണ് ഫസ്റ്റ് ഏതാണ് ലാസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ന്യൂസ് പേപ്പർ, ഇതുപോലെ 2 മടക്കുള്ള ന്യൂസ് പേപ്പർ എടുക്കുക കേട്ടോ. സിംഗിൾ എടുത്താൽ പറ്റില്ല, 2 മടക്കുള്ളത് എടുക്കുക. നിങ്ങൾ വലിയ സ്ലീവാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, നമുക്ക് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിനെ കറക്റ്റ് 2ആക്കി മടക്കിയിടുക. എന്നിട്ട് സെൻറ്റർ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൈൻ കൊടുക്കുക. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടൊരു ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ പീസ്, അതായത് അതിനാണ് നമ്മൾ 1 മാർക്ക് ചെയ്തത്, അപ്പോൾ ആ പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുക. സെൻറ്റർ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് കട്ട് ചെയ്യുക. അതായത് 3/4 ഭാഗത്തോളം സെൻറ്റർ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സെല്ലോ ടാപ്പ് എടുത്തിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് അവിടെ സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒട്ടിച്ചു കൊടുത്ത ഈ ഒരു പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ പീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ നമ്മൾ 6 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ പീസ് എടുത്തു. രണ്ടാമത്തെ പീസിന് കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഈ 6 ഇഞ്ചും അതുപോലെ തന്നെ നമ്മളെ സെൻറ്ററിലും ജോയിൻ ചെയ്യുന്ന രീതിയിൽ, അതായത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയുമ്പോൾ ഇത് എന്തൊക്കെയോ ആണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ പീസ് എടുത്തിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സെൻറ്ററിലെ പോയിൻറ്റും നമ്മളെ ഈ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും രണ്ടും കൂടി ഒപ്പരം വരില്ല. കാരണം അവിടേക്ക് വരുമ്പോൾ വീതി കുറവായിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് 6 ഇഞ്ചിന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പീസ് വെച്ച് കൊടുക്കുക. അതിന് നേരെ പാരലലായിട്ട് വേണം നമ്മൾ ഓപ്പോസിറ്റുള്ള പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് കറക്റ്റ് സെൻറ്ററിലുള്ള ആ ലൈന് ടച്ച് ചെയ്യണം എന്നില്ല,
പക്ഷേ 2 പീസും തമ്മിൽ വെക്കുന്ന സമയത്ത് നടുക്കുള്ള ഇതുണ്ടല്ലോ അത് പാരലൽ ആയിരിക്കണം. ആ ഗ്യാപ്പ് പാരലൽ ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് പാരലലായിട്ട് നമ്മൾ ഇതേപോലെ വെക്കുക. സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് പിന്നെയും അടുത്ത പോയിന്റ് ഇതേപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4ാമത്തെ പീസും ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്യുക. പാരലലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ലെങ്ത്ത് എടുത്തതുകൊണ്ടാണ് എനിക്ക് 5 പീസ് വരുന്നത് കേട്ടോ. നിങ്ങൾ ലെങ്ത്ത് കുറച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വരില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. നമ്മളെപ്പോഴും ഇഞ്ച് എന്ന് പറയുന്നത് കൊണ്ടാണ് 6 ഇഞ്ച് എന്ന് പറഞ്ഞത്. ശരിക്കും 6 ഇഞ്ച് അല്ല, 6 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നമ്മൾ സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ 6 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് പ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു അളവാണ്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ്. അപ്പോൾ അത് നിങ്ങൾ 6 സെൻറ്റിമീറ്റർ തന്നെ എടുത്താൽ മതി. നിങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കണ്ട കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പീസിൽ നിന്ന് അടുത്ത പീസിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അവസാനത്തെ പീസ് വെക്കുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള പീസ്, അതായത് ഏത് പീസാണോ നമ്മൾ അവസാനം നിർത്തിയെന്ന് വെച്ചാൽ ആ പീസിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേ ഷേപ്പിലാണ് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത്രയും നേരം നമ്മൾ മാർക്ക് ചെയ്തത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. അവസാനത്തേത് മാത്രം നമ്മൾ തൊട്ടടുത്തുള്ള പീസിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഷേപ്പിന് നേരെ പാരലലായിട്ടാണ് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സൈഡിലും ചരിച്ചിട്ട് ഷേപ്പിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തു. അവിടെയും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അവസാനത്തെ പീസും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുള്ള, അതായത് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള അളവ് പ്രകാരം പിന്നെ നമ്മുടെ സൈഡിലുള്ള സ്ലീവിൻ്റെ അളവ് പ്രകാരം ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ബാക്കി എക്സ്ട്രാ പേപ്പറും കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്യുക. മുകളിലെത്തുന്ന സമയത്ത് അതങ്ങനെ നിർത്തുക. അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ബാക്കി നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇതേപോലെ 2 ഭാഗവും കട്ട് ചെയ്യാം. ഇതേപോലെ 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അവസാനത്തെ പീസ് കറക്റ്റ് ഇതുപോലെ, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ പീസ് കറക്റ്റ് ഇതേപോലെ മടക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക. സെൻറ്ററിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്ററിലേക്ക് മടക്കി കൊടുത്തിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതേപോലെ നമ്മൾ സെൻറ്ററിലേക്ക് മടക്കുക. എന്നിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ന്യൂസ് പേപ്പർ ഇതേ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്യുക. അതായത് നമുക്ക് മുകളിൽ ആ ഷേപ്പ്, സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ബാക്കി ന്യൂസ് പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിലുള്ള സെല്ലോ ടാപ്പ് നമ്മൾ കട്ട് ചെയ്യുക. കാരണം അത് നമുക്ക് അങ്ങനെ തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടാണ് വേണ്ടത്, ക്ലോസ് ചെയ്തിട്ടല്ല. ഇതേപോലെ കട്ട് ചെയ്യുക. എന്തെങ്കിലും ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്യുക കേട്ടോ, ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്ടാണ്, ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നേരെ മുകളിലായിട്ട് വെച്ചിട്ട്, അതായത് നമുക്ക് ഏത് ക്ലോത്തിലാണോ സ്ലീവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്ലീവ് ചെയ്യുന്ന ക്ലോത്തിൽ വെച്ചതിന് ശേഷം സൈഡിൽ മുകളിലും 1.5 ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ തുണി എടുക്കുക. താഴ്വശം മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ലൈനിങ് ചേർത്തിട്ടാണ് ചെയ്യണമെങ്കിൽ താഴെ 1/2 ഇഞ്ച് മതി. ലൈനിങ് കൊടുക്കാതെയാണ് ചെയ്യണമെങ്കിൽ താഴെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ബാക്കി 3 സൈഡിലും 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അതായത് നമ്മളിപ്പം വെച്ചിട്ടുള്ള ഈ ന്യൂസ് പേപ്പറിലുള്ള സ്ലീവിൻ്റെ ഡിസൈന് അങ്ങനെ വെക്കുക. എന്നിട്ട് 3 സൈഡിലും 1.5 ഇഞ്ച് എക്സ്ട്രാ കട്ട് ചെയ്യുക. താഴ്വശം മാത്രം 1 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 2 പീസും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ന്യൂസ് പേപ്പർ അങ്ങനെ തന്നെ വെച്ചിട്ട് എവിടേക്കാണോ പോയിൻ്റ് വരുന്നതെന്ന് വെച്ചാൽ ആ പോയിൻ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇതേപോലെ നമ്മൾ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം, എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട്. കാരണം നെറ്റ് ആയതുകൊണ്ട് നമ്മുടെ ചോക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. താഴത്തുള്ള ആ ഭാഗം അങ്ങനെ വിടുക. എന്നിട്ട് ആദ്യത്തെ പോയിൻ്റ് 2ാമത്തെ പോയിൻറ്റിലേക്ക് ഇതേപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമല്ലോ, അതുപോലെ നമ്മൾ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിൻ്റ്, അതായത് നമ്മൾ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ സ്ലീവിൻ്റെ അളവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല. അപ്പോൾ അതങ്ങനെ വിടുക. പിന്നെ 2ാമത്തെ പോയിൻ്റ് നമ്മൾ ഇതേപോലെ, അതായത് 6 ഇഞ്ച് നമ്മൾ കൊടുക്കുന്ന ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം നമ്മൾ പ്ലീറ്റ് കൊടുക്കില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലീറ്റ് കൊടുത്ത് വരിക. ഇതേപോലെ, അതായത് സ്ക്രീനിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ കൊടുത്ത് വന്നതിന് ശേഷം അവസാനത്തെ പോയിൻ്റ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സെൻറ്ററിലേക്ക് ഇതേപോലെ കൊടുക്കും, പ്ലീറ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 2ാമത്തെ ഭാഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അതായത് സെൻറ്ററിലെ 2 പീസും അടുത്തടുത്ത് വരുന്ന രീതിക്കാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്.
അല്ലാണ്ട് ഇതേ ഡയറക്ഷൻ തന്നെയല്ല കണ്ടിന്യൂ ചെയ്യണത്, ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പിന്നെ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് ഭാഗവും പ്ലീറ്റ് ഇട്ടെടുത്തിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവിനും പ്ലീറ്റ് ഇട്ടെടുക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന മാതിരി തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഭാഗവും ഒരുമിച്ച് വരുന്ന ആ ഭാഗമാണ് സ്ലീവിൻ്റെ സെൻറ്റർ. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ താഴ്വശം നമ്മൾ മടക്കി തയ്ക്കുക. താഴ്വശം മടക്കി തയ്ച്ചതിന് ശേഷം സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നല്ല ക്ലോത്തും സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം, സ്റ്റിച്ചിങ് ചെയ്ത ആ ഒരു ഭാഗം പുറത്തേക്ക് ഇങ്ങനെ കാണും. കാരണം നെറ്റാണല്ലോ, ലൈനിങ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, വെറും പ്ലെയിൻ നെറ്റ് ആകുമ്പോൾ അത് പുറത്തേക്ക് കാണുമ്പോൾ ഒരു അഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് നല്ല വശത്തു കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നെറ്റ് ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് കാണിക്കില്ല. പക്ഷേ പ്ലെയിൻ മെറ്റീരിയലൊക്കെയാണ് ചിലപ്പോൾ എടുത്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഹെമ്മിങ് ചെയ്യുക. അതായത് പുറമേക്ക് കാണാത്ത രീതിയിൽ ഹെമ്മിങ് ചെയ്യുക കേട്ടോ. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ രണ്ട് സ്ലീവും ഒന്ന് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കാരണം പുറമേക്ക് നെറ്റ് വരുന്ന ഭാഗത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ അളവ് പ്രകാരം നമ്മൾ സൈഡും കൂടി ജോയിൻ ചെയ്യുക. സ്ലീവിൻ്റെ സൈഡും ഏത് ടോപ്പാണെന്ന് വെച്ചാൽ ആ ടോപ്പിൻ്റെ സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു സ്ലീവ് ചെയ്യാന്നുള്ള ഡൗട്ട് ആർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ മാക്സിമം സിമ്പിളായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.